അങ്ങനെ ഓഡിൻ ഫോഴ്സ് തോറിനോട് പറയാണ് ഈ ഒരു റാഗ്നറോക്കിൻ്റെ എൻഡ്ലെസ് സൈക്കിൾ നിനക്ക് എന്തായാലും നിർത്താൻ പറ്റും. പക്ഷേ അതിന് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ പവേഴ്സ് അല്ലാണ്ട് റിയൂൺസിൻ്റെ മാജിക് മോഡിയും അച്ചീവ് ചെയ്യേണ്ടി വരും. ഈ ഒരു പവേഴ്സൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി തോർ 9 ദിവസത്തോളം ട്രീ ഓഫ് ലൈഫിൽ തൂങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ തോർ മരിച്ചു പോവാണ്. തോർ മരിച്ചതിന് ശേഷം തോർ ഓഡിൻ്റെ സ്പിരിറ്റും അതുപോലെ തന്നെ റിയൂൺസിൻ്റെ മാജിക്കും ആയിട്ട് മെർജ് ആവാണ്. അങ്ങനെ തോറിന് ആ ഒരു യൂണിവേഴ്സൽ നോളേജ് അച്ചീവ് ആവാണ്. അതുമാത്രമല്ല ഇപ്പം തോറിന് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും എല്ലാം കാണാൻ പറ്റും. പിന്നെ പ്രസൻറ്റ് തോറിന് കൺട്രോൾ ചെയ്യാനും പറ്റും. തോറിന് ഇവിടെ എങ്ങനെ ഒരു ലൈഫിനെ ക്രിയേറ്റ് ചെയ്യണം, അതുമാത്രമല്ല എങ്ങനെ അതിനെ ഡിസ്ട്രോയ് ചെയ്യണം എന്നുള്ള നോളേജ് കിട്ടാണ്. അങ്ങനെ തോറ് ട്രീ ഓഫ് ലൈഫിൽ നിന്ന് നിലത്തേക്ക് വീഴാണ്. പക്ഷേ തോറിൻ്റെ സോള് ഹെലേര റിയലമിലായിരുന്നു. കാരണം തോർ അവിടെ മരിച്ചിട്ടുണ്ടായിരുന്നു. ഹെലേര റിയലമിൽ തോറിൻ്റെ സോള് വളരെയധികം വീക്കായിരുന്നു. ഒന്ന് അനങ്ങാൻ പോലും തോറിന് പറ്റുണ്ടായിരുന്നില്ല. അത്ര മാത്രം തോർ അവിടെ വീക്കായിരുന്നു. അങ്ങനെ അനങ്ങാൻ പോലും പറ്റാത്ത തോർ തൻ്റെ അച്ഛനായ ഓഡിൻ്റെ സ്പിരിറ്റിനോട് അവസാനമായിട്ടൊരു ഹെൽപ്പ് ചോദിക്കുകയാണ്. അങ്ങനെ ഓഡിൻ വന്ന് അവിടെ നിന്ന് തോറിനെ രക്ഷിച്ചുകൊണ്ട് പോവാണ്. തോറിൻ്റെ സോള് തോറിൻ്റെ ബോഡിക്ക് തിരിച്ചു പോവാണ്. അതിനുശേഷം തോർ ഫൈനലി തോറിൻ്റെ ഇതുവരെ കാണിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുൾ വേർഷനായിട്ടുള്ള റിയൂൺ കിങ് തോറായി മാറാണ്. റിയൂൺ കിങ് തോർ ആയതിനു ശേഷം തോർ നേരെ ടെലിപ്പോർട്ട് ആവുന്നത് ഷാഡോ ഗോഡ്സിൻ്റെ അടുത്താണ്. അതായത് ആസ്ഗാർഡിയൻ ഗോഡ്സിൻ്റെയും ഗോഡ്സാണ് ഇവർ. ഷാഡോ ഗോഡ്സാണ് എല്ലാ ആസ്ഗാർഡിയൻസിൻ്റെയും പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ. അതുമാത്രമല്ല ഈ ഒരു ഷാഡോ ഗോഡ്സാണ് ഈ ഒരു റാഗ്നറോക്ക് സൈക്കിളിൽ ഉണ്ടാവാനായിട്ടുള്ള കാരണക്കാർ. അങ്ങനെ റാഗ്നറോക്ക് സംഭവിച്ച് ആസ്ഗാർഡിയൻസ് മരിച്ചാൽ മാത്രമേ അവരെ ലൈഫ് ഫോഴ്സ് ഇവർക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ തോർ ഇവിടേക്ക് വന്നത് ഈ ഒരു റാഗ്നറോക്ക് സൈക്കിളിനെ നിർത്താനായിരുന്നു. ഇതിനുശേഷം തോർ ഷാഡോ ഗോഡ്സിനോട് പറയാണ് തനിക്ക് എങ്ങനെ ഈ ഒരു ഷാഡോ ഗോഡ്സിനെ ഡിഫീറ്റ് ചെയ്യണമെന്ന് അറിയാം എന്ന് പറഞ്ഞതിന് ശേഷം തോർ നേരെ ടെലിപ്പോർട്ട് ആവാണ് തോർ റിയൂൺ കിങ് തോർ ആയ സ്ഥലത്തേക്ക്. അതായത് മിമ്മിറിൻ്റെ വെല്ലിൻ്റെ അവിടേക്ക് തോർ തിരിച്ച് ടെലിപ്പോർട്ടായി വരാണ്. പക്ഷേ തോർ അവിടേക്ക് എത്തിയപ്പോൾ തോർ ഞെട്ടിപ്പോയി. കാരണം തോർ അവിടേക്ക് വന്ന തോറിൻ്റെ 2 വാഹനം ഉണ്ടായിരുന്നു. അതായത് 2 ആട് പോലത്തെ സംഭവം ഉണ്ടായിരുന്നില്ലേ, അവർ 2 മരിച്ചു കിടക്കായിരുന്നു. പക്ഷേ തോറിന് ഇപ്പോൾ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും കാണാൻ പറ്റുന്നതുകൊണ്ട് തോർ പാസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാണ്. അപ്പോൾ തോറിന് മനസ്സിലായി അത് ലോക്കിയാണ് ചെയ്തതെന്ന്.